4ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ മലയാളം സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. 4ാമത്തേൻ്റെ ബി യാത്രാവിവരണം. നീലഗിരി കുന്നിലൂടെ പൈതൃക വണ്ടിയിൽ യാത്ര ചെയ്ത ഒരു കൂട്ടുകാരുടെ അനുഭവം പാഠഭാഗത്തിലെ കൂട്ടുകാർ വായിച്ചറിഞ്ഞതാണല്ലോ. നേരിൽ കാണുന്നത് പോലെ എത്ര രസകരമായിരുന്നു ആ വിവരണം. ഇത്തരത്തിലുള്ള യാത്രാനുഭവങ്ങൾ കൂട്ടുകാർക്കും ഉണ്ടായിട്ടില്ലേ? കൂട്ടുകാരുടെ മറക്കാനാവാത്ത ഒരു യാത്രാനുഭവം വിവരണമായി എഴുതൂ. 5ാം പ്രവർത്തനം എ പാർട്ട്. സംഭാഷണം എഴുതാം. മേടക്കാറ്റിൻ്റെ തോളിൽ കയറി ആബിദയുടെ അരികിലെത്തിയ പട്ടൂസിനും ആബിദയ്ക്കും പങ്കുവയ്ക്കാൻ ഒരുപാട് വിശേഷങ്ങളുണ്ടാവില്ലേ? എന്തൊക്കെയാവും അവ സംസാരിച്ചുണ്ടാവുക? എഴുതി നോക്കൂ. ഒരു മോഡൽ നോക്കാം. ആബിദ: പട്ടൂസേ, നീ എവിടെയായിരുന്നു? പട്ടൂസ്: ഞാൻ ആകാശത്ത് പറന്നു നടക്കുകയായിരുന്നു. ആബിദ: നിനക്ക് എന്താ പറ്റിയത്? നിന്നെ കാണാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നോ? പട്ടൂസ്: നൂല് പൊട്ടിയപ്പോൾ ഞാൻ മുകളിലേക്ക് പറന്നുപോയി. നോക്കിയപ്പോൾ ചുറ്റും കൂരിരുട്ട്. ഞാൻ ഭയന്നുപോയി. ആബിദ: എന്നിട്ട് നീ ഇപ്പോൾ എങ്ങനെയാണ് തിരിച്ചു വന്നത്? പട്ടൂസ്: എൻ്റെ സങ്കടം കണ്ടപ്പോൾ അമ്പിളിയമ്മാവൻ എന്നെ സഹായിച്ചു. ആബിദ: അമ്പിളിമാമൻ എങ്ങനെ സഹായിച്ചു? പട്ടൂസ്: അമ്പിളിമാമൻ മേടക്കാറ്റിനെ വിളിച്ചു വരുത്തി എന്നെ താഴെ എത്തിച്ചു. ആബിദ: എന്തായാലും കുഴപ്പമൊന്നും കൂടാതെ നീ താഴെ വന്നല്ലോ. നമുക്ക് അമ്പിളിമാമന് നന്ദി പറയാം. പട്ടൂസ്: അതെ അതെ, നന്ദി അമ്പിളിമാവ. 5ാമത്തെ ചോദ്യത്തിൻ്റെ ബി പാർട്ട്. കഥ പൂർത്തിയാക്കാം. ഇരുളൻ കാട്ടിലെ രാജാവാണ് സിംഹം. കാട്ടിലെ ജന്തുക്കൾ രാജാവിനോടൊരു സ്കൂളുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സിംഹം സമ്മതിച്ചു. തുള്ളൻപാറയിലെ മടയിലാവാം സ്കൂൾ. ചിന്നൻ കുറുക്കൻ അഭിപ്രായപ്പെട്ടു. അതു ശരി, പക്ഷേ സ്കൂളിൽ ടീച്ചർമാർ വേണ്ടേ? കുഞ്ഞൻ ഉറുമ്പിൻ്റെ ചോദ്യം കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ആരാണ് ടീച്ചറാവുക? ഓരോരുത്തരും തല പുകഞ്ഞ് ആലോചിച്ചു. അപ്പോൾ ഹെഡ് മാസ്റ്റർ വേണ്ടേ? കടുവക്കുഞ്ഞൻ ചോദിച്ചു. ഹാജർ പുസ്തകമില്ലാതെ പറ്റുമോ? കുയിലിൻ്റെ വേവലാതി ഉയർന്നു കേട്ടു. കഥ പൂർത്തിയാക്കൂ. ഉത്തരം നോക്കാം. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ ഹെഡ് മാസ്റ്റർ ആവാം, മിട്ടുക്കടുവ പറഞ്ഞു. എല്ലാവരും സമ്മതമാണെന്ന മട്ടിൽ തലയാട്ടി. അപ്പോൾ ബാക്കിയുള്ള മാഷുമാരുടെ കാര്യമോ? സിംഹരാജൻ ചോദിച്ചു. നമുക്ക് അവരെ അടുത്ത കാട്ടിൽ പോയി കൂട്ടിക്കൊണ്ടു വന്നാലോ? ചിണ്ടൻ കുറുക്കൻ അഭിപ്രായപ്പെട്ടു. അതു ശരിയാ, നമുക്ക് അങ്ങനെ ചെയ്യാം, കുരങ്ങമ്മാവൻ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ തീരുമാനിച്ച് സന്തോഷത്തോടെ മൃഗങ്ങൾ പിരിഞ്ഞു.